കടകാലത്തെ കത്ത് കൊടുപ്പായിരുന്നു. അന്ന് മൊബൈലൊന്നും ഇല്ലല്ലോ. കത്തിൽ കൂടുതൽ സംഭവങ്ങളാണ് മുഴുക്കെ. ഇത് കൂട്ടുകാരെ ഏൽപ്പിച്ച് കൊടുപ്പിക്കുക, ഇതൊക്കെയാണ് അന്നത്തെ പരിപാടികൾ. ഫ്രണ്ട്സിനെയൊക്കെ അതൊക്കെ പോയില്ല. പിന്നെ അത് പോയിട്ട് പിന്നീട് ഇപ്പോൾ മൊബൈൽ, പിന്നെ ഈ STD, അന്ന് ഈ ട്രങ്ക് ബുക്കിംഗ്, ഫോണൊന്നും വീട്ടിലും ഓഫീസിലൊക്കെ ലാൻഡ് ഫോണേ ഉള്ളൂ. അല്ലാതെ എല്ലാവരുടെയും വീട്ടിലൊന്നൊന്നുമില്ല. ഉള്ളവർ പിന്നെ ട്രങ്ക് ബുക്ക് ചെയ്താൽ കുഴപ്പമാവും. വിളിച്ചു പറയും, പി കോൾ പറയുമ്പോൾ ആ ആളിനെ വിളിക്കും. ഇത് എറണാകുളത്ത് നിന്ന് പിന്നെ രാജശ്രീയാണ്, അവിടെ കൃഷ്ണകുമാറുണ്ടോ? അപ്പോൾ മൊത്തം കുഴപ്പമില്ലേ, അത് അങ്ങനെ വിളിക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യുന്നത് പറഞ്ഞാൽ STD വന്നു. STD വന്നാൽ പിന്നെ നമുക്ക് തന്നെ ഡയൽ ചെയ്ത് വിളിക്കാം. ട്രങ്കൊന്നും ബുക്ക് എക്സ്ചേഞ്ചിലും എല്ലാവരും ഇത് അറിയുമല്ലോ. അതിലേ STD വന്നാൽ പിന്നെ ആരും അറിയത്തില്ല, അവനവന് വേണേൽ വിളിക്കാം. ചിലപ്പോൾ ആള് മാറി ഫോൺ എടുക്കാതെ കട്ട് ചെയ്തേക്കും. അച്ഛനമ്മയായിരിക്കും ഫോൺ എടുക്കുന്നത്. അത് കുഴപ്പം വന്നാൽ ഇപ്പോൾ കട്ട് ചെയ്യും അന്ന്. പിന്നെ ഗ്രൂപ്പ് ഡയലിംഗ് ആയി, വളരെ ഈസി ആയി. പിന്നെ അപ്പോൾ അങ്ങനെ പിന്നീട് പിന്നെ മൊബൈലും മറ്റു കാര്യങ്ങളും. ചേട്ടൻ അന്നേ ഉടായിപ്പാണല്ലേ ഇപ്പോഴും അല്ല, ഇന്ന് അപ്പോഴല്ല ഇപ്പോഴും തന്നെ. ലാലിച്ചാരും കൂടി വേണമായിരുന്നു. ഈ സെറ്റിലും നിങ്ങളൊരു ഫ്രണ്ട്സിനെ പോലെയാണല്ലോ. ഐ മീൻ സെറ്റിലും ഷൂട്ടിംഗ് സമയത്തൊക്കെ ഇവരുടെ കുറെ കഥകൾ കേൾക്കാം. ഇവർ തമ്മിലൊരു വൈബ് ഉണ്ടല്ലോ, അത് നിങ്ങൾ ശരിക്കും എൻജോയ് ചെയ്തിട്ടുണ്ടോ സെറ്റില്? ഇവര് ഈ കാണുന്നവർക്ക് ഇടയ്ക്ക് പുള്ളി ഓരോ കുത്തിയെ കൊടുക്കും, എന്ത് കിട്ടാൻ വേണ്ടി. പുള്ളിയൊക്കെ ഒന്ന് ചൂടാക്കാനൊക്കെ നമ്മളൊക്കെ ചില വേളകളൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. ഈ പറഞ്ഞൊക്കെ ചോദിക്കും, അത് വേണ്ടാണോ പോയി നീ എന്നാ പറയാ. എനിക്ക് അശോകൻ ചേട്ടനെ ഇമിറ്റേറ്റ് ചെയ്യോ? നമ്മളെ ഒരുപാട് പേര് ഇമിറ്റേറ്റ് കൊല്ലാറുണ്ട്, ഇഷ്ടം പോലെ മിമിക്രി കൊല്ലാറുണ്ട് നമ്മളെ. അതൊക്കെ കണ്ട് ആസ്വദിക്കുകയാണോ ചെയ്യാ? അല്ലല്ല, ഇത് നല്ല രീതിയിൽ കറക്റ്റായിട്ട് ഒരു റിയലിസ്റ്റിക് ആയിട്ടൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇഷ്ടമാവും. അധിക്ഷേപിക്കുന്നത് മിമിക്രിയോട് എനിക്ക് ഇഷ്ടമല്ല. ആക്ഷേപിച്ച് കളിയാക്കി ചെയ്യുന്നവരോട് നമുക്ക് താല്പര്യമൊന്നുമില്ല. അതല്ല, അനുകരണം എന്ന് പറയുന്നത്, മിമിക്രി എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഉള്ളതിൽ നിന്ന് സ്വല്പം കൂട്ടി കാണിക്കുക എന്നുള്ളത് അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി, മനസ്സിലാകാൻ വേണ്ടി, ചിരി കിട്ടാൻ വേണ്ടി കാണിക്കും. പക്ഷെ അത് അരോചകമായിട്ട് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് യോജിപ്പില്ല. മിമിക്രി നന്നായിട്ട് കാണിക്കണം, അങ്ങനെയുള്ള പദങ്ങൾ ഉപയോഗിക്കുക. നമ്മളിപ്പോൾ പല ഈ മിമിക്രി ഒരുപാട് പേര് പറയാറുണ്ട്. ഇപ്പം നമ്മുടെ ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന വയസ്സായിട്ടുള്ള ഉള്ള സീനിയർ ആക്ടേഴ്സിനെയും മരിച്ചുപോയവരെയൊക്കെ വളരെ ആക്ഷേപിച്ച് സംസാരിക്കുന്നുണ്ട്. എനിക്കതിനോടൊട്ടും യോജിപ്പില്ല. അങ്ങനെ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അത് അധിക്ഷേപമാണത്, പരിഹസിക്കുകയാണ് ചെയ്യുന്നത്. ഇല്ലാത്ത ഡയലോഗും വളരെ ആഭാസകരമായ ഡയലോഗൊക്കെ പറഞ്ഞിട്ടുള്ള മിമിക്രി ഒരുപാടുണ്ട്. അത് ശരിക്കും നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അതല്ല സത്യസന്ധമായ ഒരു കലയെന്ന് പറയുന്നത്, അതല്ല. അതെ, ഇപ്പൊ ഡിറ്റോ ആയിട്ട് സൗണ്ട് എടുക്കുന്ന അതാണ് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്. അതുകൊണ്ട് വലിയ മിമിക്രി ഡിറ്റോ കിട്ടാത്തവരൊക്കെ പരിപാടി നിർത്തി.